പ്രിയപ്പെട്ടവരെ, ഈ ഇടവകയുടെ 100-ാം വാർഷികം നടന്നത് 2000 ആണ്ടിലാണ്. അന്ന് ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. വീണ്ടും 125-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും ഒരവസരം കൂടി എനിക്ക് ലഭിച്ചത് എൻ്റെ മഹാഭാഗ്യമാണ്. ഈ ക്ഷണം നൽകിയതിന് ഇടവക മാനേജിംഗ് കമ്മിറ്റിയോടുള്ള എൻ്റെ നിസ്സീമമായ നന്ദി ആദ്യമേ ഞാൻ പ്രകടിപ്പിക്കട്ടെ. ഈ 125-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദേവാലയവുമായുള്ള എൻ്റെ ബന്ധം വളരെ ആഴമേറിയതാണ്. കാരണം ഈ ദേവാലയത്തിലാണ് ഞാൻ മാമോദിസ സ്വീകരിച്ചത്. ഈ ദേവാലയത്തിലാണ് ഞാൻ വേദപുസ്തകം പഠിച്ചത്, വേദവാക്യങ്ങൾ ഉരുവിട്ടത്, ഹല്ലേലൂയ ഗീതികൾ പാടിയത്. ഈ ദേവാലയത്തിലെ സൺഡേ സ്കൂളിലാണ് 8 വർഷം ഞങ്ങൾ 7 പേർ, എൻ്റെ മൂത്ത സഹോദരി എലിസബത്ത്, മൂത്ത സഹോദരൻ ജോർജ് തോമസ്, ഞാന്, എൻ്റെ മറ്റ് 2 സഹോദരങ്ങൾ, 2 സഹോദരിമാർ, എല്ലാവരും പഠിച്ചത് ഈ സൺഡേ സ്കൂളിലാണ്. അനുസരണ, വിനയം, സ്നേഹം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് എൻ്റെ അമ്മച്ചി എഴുതി തന്ന ലഘു പ്രഭാഷണങ്ങൾ കാണാതെ പഠിച്ച് സൺഡേ സ്കൂൾ മത്സരങ്ങളിൽ അത് ഉരുവിട്ട് പ്രസംഗം നടത്തി പ്രസംഗത്തിൽ കുറെ സമ്മാനങ്ങളൊക്കെ വാരിക്കൂട്ടിയതും ഈ ദേവാലയാങ്കണത്തിലാണ്. For God so loved the world that he gave his only begotten Son, that whosoever believeth in him shall not perish, but shall have everlasting life. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ മകനെ നൽകാൻ ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നർത്ഥം വരുന്ന ഈ വിശുദ്ധ യോഹന്നാന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ പ്രകാശിതമാകുന്ന ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും അതിന്റെ ആഴവും അതിന്റെ ഉയരവും എന്താണെന്ന് മനസ്സിലാക്കിയതും ഈ ദേവാലയത്തിൽ വെച്ചാണ്. ഇവിടെയാണ് എൻ്റെ വിവാഹം നടന്നത്, എൻ്റെ മകളുടെ വിവാഹം നടന്നത്. അങ്ങനെ ഈ ദേവാലയവുമായി എനിക്ക് വലിയ ആത്മബന്ധമാണുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ ഈ ആത്മബന്ധം വളരെ ആഴമേറിയതാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ ദേവാലയത്തിൽ കഴിഞ്ഞ ഒരു 6.5 ദശാബ്ദങ്ങളിലൂടെ ഞാൻ പരിചയപ്പെട്ട കുറെ വ്യക്തികളുടെ ചിത്രങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മായാൻ പോവുകയാണ്. ആദ്യം എൻ്റെ ഓർമ്മയിലെത്തുന്നത് നമ്മുടെ ഇടവക മെത്രാപ്പൊലീത്തയായിരുന്ന വെണ്മയുടെ സൗരഭ്യം പരത്തിയ മാത്യൂസ് മാർ കൂറിലോസ് തിരുമേനിയാണ്. പിന്നെ അദ്ദേഹം ബാവ തിരുമേനിയായി, മാത്യൂസ് ദിദിയൻ ബാവയായി. പിന്നെ വിശുദ്ധി കൊണ്ടും ആത്മാർപ്പണം കൊണ്ടും ഇടവകാംഗങ്ങളുടെ മനസ്സിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ നമ്മുടെ വികാരിയച്ഛൻ, പ്രിയപ്പെട്ട ഈപ്പനച്ഛനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ വന്ന ഗബ്രിയേലച്ഛൻ, പിന്നെ പണിക്കരച്ഛൻ, പലപ്പോഴും ഒക്കെ ഡൽഹിയിൽ നിന്നും ഓടിയെത്തി ഇവിടെ കുർബാന ചൊല്ലിയിരുന്ന ഫാദർ കെ ജോർജ് അച്ഛൻ, പിന്നെ അലക്സാണ്ടർ വൈദ്യനച്ഛൻ, പിന്നെ അതും തുടങ്ങി നമ്മുടെ സാമുവേൽ കഥകയിലച്ഛൻ തുടങ്ങി ഇപ്പോൾ മാത്യു എബ്രഹാം വരെ എത്തിയിരിക്കുന്ന ഒരുപാട് അച്ഛന്മാരെ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നു. പിന്നെ അന്ന് എൻജിയോസിന് നേതൃത്വം കൊടുത്തത് ജോർജ് കുര്യൻ അച്ഛനായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മുടെ കുർലോസ് തിരുമേനി ബോംബെ ഭദ്രാസനാധിപനായിട്ട് ഇന്ന് അദ്ദേഹം അവിടെ ശുശ്രൂഷ നടത്തുകയാണ്. പിന്നെ അന്ന് BEd കോളേജിൽ പഠിക്കാൻ വന്ന ജേക്കബ് ചെറിയാൻ അച്ഛൻ നമ്മുടെ പള്ളിയിൽ ഒരുപാട് ശ്രുതി മധുരമായ വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവണം. അദ്ദേഹം ഇന്ന് നമ്മുടെ കൊച്ചി ഭദ്രാസനാധിപനായ യാക്കൂബ് മാർ ഐറേനിയസ് ആണ്. അന്നൊക്കെ നമ്മുടെ പള്ളിയിൽ ശുശ്രൂഷ നടത്തിയ ഒരുപാട് പേരെയും ഞാൻ ഓർക്കുന്നുണ്ട്. ഒന്നാമതായി ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഷെമാശനായിരുന്ന ഡീക്കൻ ജോൺ വി ജോൺ ഷെമാശനാണ്. അദ്ദേഹം പിന്നീട് അച്ഛനായി. പിന്നെ കുഞ്ഞു സാർ, നമ്മുടെ ഈപ്പനച്ഛന്റെ സഹോദരൻ അലക്സാണ്ടർ സാർ, പിന്നെ TJ അലക്സാണ്ടർ, ഇന്ന് അദ്ദേഹം വീണ്ടും അച്ഛനായി, ഫാദർ TJ അലക്സാണ്ടർ ആണ്. പിന്നെ EJ മർക്കോസ്, മാത്യു വർഗീസ്, ബാബു, പിന്നെ നമ്മുടെ ജോൺ കല്യാൺ. നമ്മുടെ ആത്മത്തിനാഥനാകെ രക്ഷയുണ്ടായി എന്ന ശ്രീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് കള്ളനോടുകൂടി ഞങ്ങൾ നിന്ന് ചൊല്ലുന്നു എന്ന് അത്യുച്ചത്തിൽ വിറയാർന്ന ശബ്ദത്തിൽ ശ്രീ മാർക്കോസ് അവിടെ പറയുന്നത് ഇന്നും എൻ്റെ ചെവികളിൽ അലയടിക്കുന്നുണ്ട്. സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാരായിരുന്ന PM മാത്യു, തോമസ് C ജേക്കബ്, ടിയോ കുര്യൻ,
എന്നിവരെയും ഞാൻ ഓർക്കുന്നു. നമുക്ക് കുറെ അന്മായ നേതാക്കന്മാരുണ്ടായി. ഇടവകാംഗങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട് ധീരമായ നിലപാട് സ്വീകരിച്ച പ്രൊഫസർ TJ ജോഷുവ, എതിർചേരിയിൽ നിന്നും അദ്ദേഹത്തെ നേരിട്ട പ്രൊഫസർ ജോസഫ് അലക്സാണ്ടർ, പിന്നെ ഈ രണ്ടു കൂട്ടരെയും സമന്വയിപ്പിക്കാൻ വേണ്ടി സമാധാന സമിതിക്ക് നേതൃത്വം കൊടുത്ത എന്റെ സഹോദരിയുടെ ഭർത്താവായ ശ്രീ രാജൻ പണിക്കർ, അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. പിന്നെ അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഇടവകയിൽ ആദ്യമായിട്ട് പ്രാർത്ഥനാ യോഗം നടത്തിയത് ഞങ്ങൾ ശാസ്ത്രനകത്തുള്ള ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ്. അന്ന് എൻ്റെ അച്ചാച്ചൻ ഈശോ തോമസ്, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രാർത്ഥനാ യോഗം നടത്തിയത്. ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു വലിയ കല്യാണം നടത്തുന്ന രീതിയിലായിരുന്നു അച്ചാച്ചൻ അതൊക്കെ സംഘടിപ്പിച്ചത്. അങ്ങനെ ഈ പള്ളിയുമായിട്ട് ഒരുപാട് ബന്ധങ്ങളാണ് എനിക്കുള്ളത്. ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത സുദൃഢമായ ഒരു ബന്ധം. പ്രിയപ്പെട്ടവരെ, ഈ ഇടവകയുടെ 125ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ചോദിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങളും ഞാനും എല്ലാം, ഇവിടെ ഇരിക്കുന്ന മൗലവിയും നമ്മുടെ സ്വാമിജിയും ഒഴിച്ച് ബാക്കി എല്ലാവരും ക്രിസ്തു നാമധാരികളാണ്. ഞാൻ അങ്ങനെ തന്നെ പറയുകയുള്ളൂ. കാരണം നമ്മളൊക്കെ പേരുകൊണ്ട് ക്രിസ്ത്യാനികളാണ്. എന്തുമാത്രം നമ്മൾ ഈ ക്രിസ്തീയത്വത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ചിട്ടുണ്ട് എന്ന ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ആത്മപരിശോധന നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. എന്താണ് ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് അതിന്റെ സം ടോട്ടൽ? എന്താണ് അതിന്റെ ആന്തരിക സത്ത? ക്രിസ്ത്യാനിറ്റി ഈസ് നത്തിങ് ബട്ട് seeing Jesus Christ, hearing him and imitating him. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുകയും അവനെ കേൾക്കുകയും അവനെ അനുകരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തീയത്വത്തിന്റെ കാതൽ എന്ന് ഞാൻ പറയും. അങ്ങനെയെങ്കിൽ എന്തുമാത്രം നമ്മൾ അവനെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവനെ സ്വാംശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? നിങ്ങളെല്ലാവരും ആകാശത്തിൽ മഴവില്ല് വിരിയുന്നത് കണ്ടിട്ടുണ്ട്. മാനത്തിന്റെ പൊൻതിടമ്പായി ആകാശത്തിന്റെ പൊന്നരഞ്ഞാണമായി വിലസുന്ന ഈ മഴവില്ല് കാണുമ്പോൾ എന്ത് ഭംഗി എന്ന് നമ്മൾ പറയും. പക്ഷെ അതിന്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വമൊന്നും നമ്മൾ അന്വേഷിച്ചു എന്ന് വരില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് മനോഹരമായൊരു പന്നീർ പുഷ്പം വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ, അത് എല്ലാ പ്രൗഢിയോടും രാത്രി കണക്കെ വിലസി നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് ശേലൻ എന്ന് പറയും. എന്നാൽ ആ റോസാച്ചെടി, ആ പൂമൊട്ടിനെ അതിന്റെ പല്ലവ പുടങ്ങളിൽ വെച്ച് താലോലിക്കുന്നതോ, ഇളം കാറ്റ് അതിനെ തൊട്ടിലാട്ടുന്നതോ, ദളമർമ്മരങ്ങൾ അതിനെ താരാട്ടുപാടി ഉറക്കുന്നതോ, അത് നറുനിലാവിൽ കുളിച്ചു നിൽക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടു എന്ന് വരില്ല. ഇതൊക്കെ കാണണമെങ്കിൽ അതൊക്കെ വേണം കാണാൻ. അതിന് നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുഴപ്പം ഇതാണ്. നമ്മൾ നമ്മുടെ കർത്താവിനെ കാണുന്നു, കേൾക്കുന്നു, പക്ഷേ അതിനപ്പുറം നമ്മൾ പോകുന്നില്ല. ഞാൻ ഇംഗ്ലണ്ടില് പഠിച്ചിരുന്ന സമയത്ത് എൻ്റെ 2 കൊച്ചു പെൺകുട്ടികൾ കൂട്ടി ഞാൻ അവിടെ ആ സമയം നോക്കി അവിടെ ഇംഗ്ലണ്ടിലെ എല്ലാ പ്രദേശങ്ങളിലും സന്ദർശിക്കാൻ വരുമ്പോഴും ഒരു ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ന് ഷേക്സ്പിയർ ജനിച്ച സ്ഥലത്ത് പോകണം. സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന സ്ഥലത്താണ് ഷേക്സ്പിയർ ജനിച്ചത്. അപ്പൊ അവിടെ അദ്ദേഹം പോയാൽ അദ്ദേഹം താമസിച്ച വീട് ഇന്നും അവരെ അതേപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ ചെന്നാൽ അദ്ദേഹം ഇരുന്ന മുറി, അദ്ദേഹം ഇരുന്ന കസേര, അദ്ദേഹം ഉപയോഗിച്ച മേശ, ഒരു മഷിക്കുപ്പി, ഒരു തൂവല് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ട്രാൻസ്ക്രിപ്റ്റ്, ടൈപ്പറിൽ എഴുതിയ നാടകങ്ങളുടെയൊക്കെ പകർപ്പുകൾ അവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊരു സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇത് വലിയ ഹരമാണ്. ഇത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. ഈ ഷേക്സ്പിയറുടെ ഇതെല്ലാം കണ്ടാലും ഷേക്സ്പിയറുടെ 1-2 നാടകങ്ങൾ കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒരു നാടകം കാണണമെങ്കിൽ 2-3 മണിക്കൂർ വേണം. അത്രയൊന്നും സമയം ചെലവഴിക്കാനാകില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് പോവുകയല്ല, നിവർത്തിയില്ല. പക്ഷെ ഇങ്ങനെ തിരക്കുള്ള ഈ വലിയ ടൂറിസ്റ്റുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരൊരു പരിപാടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കനകക്കുന്നിലുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിന്റെ 5 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ ആംഫി തിയേറ്റർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 10,000 പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ഈ 10,000 പേരെ അവിടെ ഇരുത്തിയാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവിടെ ഒരു മഹാനടൻ അവിടെ വന്നിട്ട് ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അദ്ദേഹം മോണോ ആക്ടിലൂടെ അവതരിപ്പിക്കും. കിങ് ലിയർ, ഹാംലെറ്റ്, ഒഥെല്ലോ, ജൂലിയസ് സീസർ, മർച്ചന്റ് ഓഫ് വെനീസ്, റോമിയോ ആൻഡ് ജൂലിയറ്റ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകങ്ങളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിക്കും. ജൂലിയസ് സീസറിനെ അദ്ദേഹത്തിന്റെ ഏറ്റവും ആത്മസുഹൃത്ത് ബ്രൂട്ടസ് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നും കത്തിക്കൊണ്ട് കുത്തുമ്പോൾ
ജൂലിയസ് സീസർ തിരിഞ്ഞ് അദ്ദേഹത്തെ നോക്കി, യു ടു ബ്ലൂട്ടേ എന്ന് പറയുന്ന ആ ഡയലോഗൊക്കെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അറിയാമോ? അത് കഴിഞ്ഞ് ജൂലിയസ് സീസറിന്റെ മൃതശരീരത്തിന്റെ സാക്ഷി നിർത്തിക്കൊണ്ട് മാർക്ക് ആന്റണി നടത്തുന്ന പ്രസംഗം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അല്പസമയം കഴിയുമ്പോൾ അദ്ദേഹം ഇയാഗോ ആയി മാറും, കുറച്ച് കഴിയുമ്പോൾ റോമിയോ ആയി മാറും. ഇതെല്ലാം ഇത് കണ്ടു കഴിയുമ്പോൾ ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ പരിപാടി അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി അവസാനിക്കുന്നത് 23-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ്. ആ 23-ാം സങ്കീർത്തനം അതിമനോഹരമായിട്ട് ഈ മഹാനടൻ ചൊല്ലി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് കയ്യടി കൊടുക്കും. സ്റ്റാൻഡിങ് ഒവേഷൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ബാലൻ വന്ന് ഈ മഹാനടനോട് ചോദിച്ചു, സർ, ഇന്ന് ഈ 23-ാം സങ്കീർത്തനം ചൊല്ലാൻ എന്നെ ഒന്ന് അനുവദിക്കുമോ? ആദ്യം അദ്ദേഹം ഒന്ന് പകച്ചു, ഈ ചെക്കൻ കയറി ഇതെല്ലാം കുളമാക്കുമോ എന്ന സംശയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാലും സമ്മതിച്ചു. അത് കഴിഞ്ഞ ആ ദിവസം ആ ബാലൻ വന്ന് 23-ാം സങ്കീർത്തനം ചൊല്ലി. അവൻ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് തുടങ്ങിയ ആ സങ്കീർത്തനം മുഴുവൻ അവൻ അതിഗംഭീരമായിട്ട് ഹൃദയസ്പർശിയായി അവൻ അവിടെ ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ ഈ നടൻ നോക്കി, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നില്ല. നോക്കുമ്പോൾ എല്ലാവരും തലകുമ്പിട്ടിരിക്കുന്നു, എല്ലാവരും അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നു. ഇത് കണ്ടിട്ട് ഈ മഹാനടൻ ഈ ചെക്കനോട് ചോദിച്ചു, മോനെ, ഈ ഇത്രയും വർഷം ഞാൻ ഈ സങ്കീർത്തനം ചൊല്ലിയിട്ട് ഒരാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീണില്ല, നിനക്കിതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, സർ, യു നോ Psalm 23, ഐ നോ ദ ഷെപ്പർഡ്. അങ്ങേക്ക് 23-ാം സങ്കീർത്തനം അറിയാം, എനിക്ക് ഇടയനെ അറിയാം. ഇടയനെ അറിയുക, പ്രിയപ്പെട്ടവരെ, അതാണ് ഒരു ക്രൈസ്തവൻ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അവന്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? അവന്റെ വർദ്ധം കണ്ടിട്ടുണ്ടോ? അവന്റെ ഭാവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ നെറ്റിയിലെ കൂർന്നു വീഴുന്ന വണ്ടിൻ ചാർത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവന്റെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീർ തുള്ളികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവൻ പരത്തുന്ന ശുദ്ധ സുഗന്ധം നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടോ? അവന്റെ നിർമ്മല പ്രാർത്ഥനാ ഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വീണ്ടും ആത്മപരിശോധന നടത്തേണ്ട സമയമായി. എന്തുകൊണ്ടാണ്? നോക്കൂ, അവനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ, തിരിച്ചറിഞ്ഞവർ, അവരുടെ ജീവിതം മാറിയതായി നാം വായിക്കുന്നു, ഇല്ലേ? അവന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിതരായില്ല. നമുക്കറിയാം, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ നമ്മുടെ കാവൽ പിതാവായ തോമസ് ശ്ലീഹ എന്താണ് പറഞ്ഞത്? എന്റെ നാഥനും എന്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്നാണ് അദ്ദേഹം ആർത്ത് വിളിച്ചത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത അവിടെ ജൂതന്മാരെ ഭയന്ന് ഏതോ ഒരു സ്ഥലത്ത്, ഏകാന്ത സ്ഥലത്ത് പോയി ഒളിച്ചിരുന്ന ശിഷ്യന്മാരോട് പറയാൻ വേണ്ടി മഗ്ദലേന മറിയം ഓടിക്കിതച്ച് അവിടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത് എന്താണ്? ഐ ഹാവ് സീൻ മൈ ലോർഡ്, ഞാൻ എന്റെ നാഥനെ കണ്ടു എന്നാണ് അവൻ പറഞ്ഞത്. എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാർ ഒരാൾ എന്താണ് പറഞ്ഞത്? അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തുന്നതായി തോന്നിയില്ലേ എന്നല്ലേ പറഞ്ഞത്? അവന്റെ മഹത്വം ഞങ്ങൾ കണ്ടു, വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. എല്ലാത്തിനും മുമ്പ് പത്രോസ് പറഞ്ഞു, ഐ വിറ്റ്നസ് ടു ഹിം, ഞങ്ങൾ അവന്റെ ദൃക്സാക്ഷികളാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്കിതുപോലെ പറയാൻ സാധിക്കുമോ? നമുക്കിതുപോലെ പറയാൻ സാധിക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? ഞാൻ പറയാം, 3 കാരണങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മുടെ വേദപുസ്തകം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ പള്ളിയിൽ വായിച്ചു കേട്ട ഭാഗമാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പ്രതിഷ്ഠോത്സവം ആചരിക്കുന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ കർത്താവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യൂദന്മാർ അവന് ചുറ്റും കൂടി നിന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഞങ്ങൾ എത്ര നാളായി ആശിപ്പിക്കുന്നു, നീ യഥാർത്ഥ ക്രിസ്തുവാണോ? സത്യം പറ എന്ന് പറയുന്നുണ്ട്. കാരണം യൂദന്മാർ അവൻ പറഞ്ഞതെല്ലാം കേട്ടതാണ്. ഞാൻ ആടുകളുടെ ഇടയനാണ്, ഈ വാതിലൂടെ കടക്കാത്തവർ കള്ളന്മാരും കവർച്ചക്കാരുമാണെന്നൊക്കെ കർത്താവ് പറഞ്ഞത് ഈ യൂദന്മാർ കേട്ടതാണ്. അവർക്കൊന്നും മനസ്സിലായില്ല. കാരണം എന്താ? അവർ പ്രതീക്ഷിച്ച ക്രിസ്തു ഇങ്ങനെയല്ല. അവർ പ്രതീക്ഷിച്ചത് വലിയ യുദ്ധക്കോപ്പുകളുമൊക്കെ എടുത്ത് വലിയ സന്നാഹത്തോടെ കുതിരപ്പുറത്ത് വലത് കൈയിൽ ഒരു വാളും ഇടത് കൈയിൽ ഒരു പരിചയമൊക്കെ പിടിച്ച ഒരു വലിയ സൈന്യാധിപൻ മെശിഹ അങ്ങനെ വരുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അവർ അങ്ങനെ ആ മെശിഹ വന്നിട്ട്
റോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധകാഹളം മുഴക്കുമെന്നും ആ മുഖത്തിൽ നിന്നും അവരെയൊക്കെ മോചിപ്പിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മുടെ കർത്താവ് കുതിരപ്പുറത്തല്ല വന്നത്, അവൻ കഴുതപ്പുറത്താണ് സഞ്ചരിച്ചത്. അവൻ പടക്കോമ്പുകൾ അണിഞ്ഞില്ല, അവൻ പഴുന്തൂണികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കുപ്പായമാണ് അണിഞ്ഞത്. അവന്റെ കയ്യിൽ വാളുണ്ടായിരുന്നില്ല, അവന്റെ കയ്യിൽ ഒരു ഒലിവ് മരത്തിന്റെ ഒരു ചില്ല മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ ഉച്ചത്തിൽ അട്ടഹസിച്ചില്ല, വളരെ സൗമ്യമായി അവൻ സംസാരിച്ചു. ഇവൻ മിശിഹായാണെന്ന് അങ്ങനെ അവർ തിരിച്ചറിഞ്ഞില്ല. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രകാരമല്ല കർത്താവ് വരുന്നതെങ്കിൽ നമ്മൾ അവനെ കേൾക്കുകയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് അവനെ കേൾക്കാൻ ചിലപ്പോൾ നമുക്ക് ലജ്ജ തോന്നും. ഉൽപ്പത്തി പുസ്തകം വായിക്കൂ, അവിടെ പർദീസയിൽ നിന്നും ആദാമും ഹവയും പുറത്താക്കപ്പെടുന്ന സന്ദർഭം ഓർത്തു നോക്കൂ. ഹവ കൊടുത്ത വിലക്കപ്പെട്ട കനി ആദാം കഴിച്ചു. അപ്പോൾ അവന് മനസ്സിലായി ചെയ്തത് തെറ്റാണെന്ന്. ദൈവം നടന്നു വരുന്ന ശബ്ദം അവൻ കേട്ടു. അപ്പോൾ ആദമും ഹവയും അവിടെ മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു. എന്നിട്ട് ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ തന്ന ആ ഭക്ഷണം, വിലക്കപ്പെട്ട കനി ഞാൻ ഭക്ഷിച്ചു, ഞാൻ നഗ്നനാണ്, ഞാൻ ലജ്ജിക്കുന്നു, അതുകൊണ്ട് ഞാൻ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് നമ്മൾ കർത്താവിനെ കാണാൻ വേണ്ടി ഒരു ധനാഠ്യനായ ഒരു ചെറുപ്പക്കാരൻ ചെന്ന് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് സന്ദർഭം ഓർക്കുന്നില്ലേ? അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിന്നെക്കുള്ളതെല്ലാം വീട്ടിൽ ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ധനാഠ്യനായ ചെറുപ്പക്കാരൻ പോയി കളഞ്ഞു. നമ്മളും ഇതുപോലെയാണ്. നമുക്കും നമ്മളുടെ പാപം നമ്മളെ നഗ്നരാക്കുന്നു, നമ്മളെ ലജ്ജിതരാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്നും ഒളിച്ചോടാൻ നാം ശ്രമിക്കുന്നു. അവന്റെ ശബ്ദം നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ചിലർ പറയുന്നത് കേൾക്കാം, എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകട്ടെ, എന്നിട്ട് വേണം എനിക്ക് പള്ളിയിൽ ഒന്ന് വരാൻ എന്നൊക്കെ പറയാറുണ്ട്. മാർട്ടിൻ ലൂതർ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദേവാലയം എന്ന് പറയുന്നത് ഇത് വിശുദ്ധരുടെ ഒരു ഹോട്ടൽ അല്ല, ഇത് പാപികളുടെ ഹോസ്പിറ്റലാണ്. അങ്ങനെ പാപികൾക്ക് വരേണ്ടുന്ന സ്ഥലമാണിത്. അത് കർത്താവുമായുള്ള കൂട്ടായ്മയ്ക്ക് അർഹരല്ല എന്ന് നാം തന്നെ സമ്മതിക്കുന്നു. അവന്റെ ക്ഷമയും കൃപയും സ്നേഹവും ഏറ്റുവാങ്ങാനാണ് ഇത് പറയുന്നത്. ഇനി മൂന്നാമതൊരു കാരണം കൂടിയുണ്ട്. അവൻ കാണിച്ചു തരുന്ന വഴിയെ സഞ്ചരിക്കാൻ നമ്മൾ സന്നദ്ധരല്ല. നിനിവേലേക്ക് പോകാനായിട്ട് യോനയോട് പറഞ്ഞപ്പോൾ അവൻ തർശീശിലേക്ക് കപ്പൽ കയറി, അല്ലെ? പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അപ്പം അവൻ കർത്താവ് പറഞ്ഞ വഴിയെ പോകാൻ അവൻ സന്നദ്ധനായിരുന്നില്ല. നമ്മളും ഇതുപോലെയാണ്. നമ്മളെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന വഴിയെ സഞ്ചരിക്കാൻ നമ്മൾ സന്നദ്ധരല്ല. അതുകൊണ്ടാണ് നമ്മൾ അവന്റെ ശബ്ദം കേൾക്കാത്തത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് ഈ 3 കാരണങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു മാറ്റം ഉണ്ടാവണം. ഈ മാറ്റം ഉണ്ടാകാൻ എളുപ്പമാണ്, പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് നമ്മളെ ഡിസൈപ്പിൾസ് എന്ന് വിളിച്ചില്ല, അവൻ നമ്മളെ അനുയായികൾ എന്ന് വിളിച്ചില്ല, അല്ലെ? നമ്മളെ ശിഷ്യന്മാരെന്ന് വിളിച്ചോ? നമ്മളെ യുവർ അവർ മൈ ഫോളോവേഴ്സ് എന്ന് കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. കർത്താവ് നമ്മളെ എങ്ങനെയാ വിളിച്ചത്? ആടുകൾ എന്നാ വിളിച്ചത്. ചെറിയ ആട്ടിൻകുട്ടമ്മയെ ഭയപ്പെടേണ്ട എന്ന കർത്താവ് പറഞ്ഞത്. ഈ ആടുകളുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം അതറിയാം. എങ്ങനെയാണ് ആടുകളെ കൊണ്ട് നടക്കുന്നത്. മരുഭൂമിയിൽ കൊണ്ട് നടന്ന് അത് ആടുകൾക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അദ്ദേഹം അവരിങ്ങനെ അലഞ്ഞു നടക്കും. അവസാനം സ്വസ്ഥതയുള്ള വെള്ളം കാണുമ്പോൾ അതിനരികത്തേക്ക് അവർ കൊണ്ടുപോകും. ആടുകളൊക്കെ വെള്ളം കുടിക്കും. അപ്പോഴുണ്ട് വേറൊരു ആട്ടിടയൻ വരുന്നു കുറെ ആടുകളുമായി. അത് കഴിയുമ്പോൾ വേറൊരു ആട്ടിടയൻ വരുന്നു. 3-4 ആട്ടിടയന്മാരും ആയിരക്കണക്കിന് ആടുകളും കൊണ്ട് ഒന്നിച്ചു നിന്ന് മേ മേ എന്നൊക്കെ കരഞ്ഞ് ശബ്ദമുണ്ടാക്കി അത് വെള്ളം കുടിക്കുന്നു. അപ്പോഴാണ് ആട്ടിടയന്മാർ പരസ്പരം കുശലാന്വേഷണം നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞ് ആ സന്ധ്യയാകുമ്പോൾ ഓരോ ആട്ടിടയനും പേർ ചൊല്ലി വിളിക്കും. അവൻ വിളിക്കുമ്പോൾ അവന്റെ ആടുകൾ ആ ഇടയന്റെ ശബ്ദം കേൾക്കും, തിരിച്ചറിയും. ആ ആടുകൾ അവനോടൊത്തു പോകും. ഒരാടും മറ്റൊരിടയന്റെ കൂട്ടത്തിലേക്ക് മാറിപ്പോവുകയില്ല. ഇത് മാത്രമല്ല, വേറൊരു കാരണം കൂടിയുണ്ട്. കർത്താവ് നമ്മളെ ആടുകൾ എന്ന് വിളിക്കുന്നത്. ഒരു തള്ളയാട് പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ 3 കുട്ടികൾ ഉണ്ടാവും. 1, 2, 3. മൂന്നാമത്തെ കുട്ടി ചിലപ്പോൾ അത്ര ആരോഗ്യമുള്ളതാവില്ല. അതിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെന്ന് വരില്ല. അത് എങ്ങനെയെങ്കിലും തള്ളയാടിന്റെ അടുത്ത് ചെന്ന് അകലിൽ ചെന്ന് തട്ടിയാൽ തള്ളയാട് പുറം കാല് കൊണ്ട് അതിനെ തള്ളി മാറ്റും. കാരണം അതിനറിയാം പാല് കൊടുത്താൽ ഇത് രക്ഷപ്പെടില്ല എന്ന്. അങ്ങനെ ഈ ആട് നിലവിളിക്കും. ഈ ആടിനെ ബമ്മർ ലാംബ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ബമ്മർ ലാംബ്. ഈ ആട് ഇങ്ങനെ കഴിയുമ്പോൾ ഇടയൻ ഓടിച്ചെന്ന് ഈ ആടിനെ എടുക്കും. എന്നിട്ട് കുപ്പിയിൽ പാല് കൊടുക്കും. അത് കഴിഞ്ഞ് അവനെ കമ്പിളി കൊണ്ടുള്ള കുപ്പായം അതിനുണ്ടാക്കി കൊടുക്കും. അത് കമ്പിളി കൊണ്ട് പൊതിയും. പിന്നെയും തന്നെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ അവനെടുത്ത് അവന്റെ മാറോട് ചേർത്ത് പിടിക്കും. അവന്റെ മാറിൽ നിന്നും അവൻ ചൂട് പകരും. അപ്പോൾ ആ ആട്, ഈ ബമ്മർ ലാംബ്, ഇടയന്റെ ഹൃദയത്തുടിപ്പുകൾ കേൾക്കും. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അതിന് ഏതാണ്ട് ആരോഗ്യം വെക്കുമ്പോൾ അത് ഈ ആടുകളുടെ ഇടയിലേക്ക് ഇടയൻ വിട്ടുകൊടുക്കും.
അപ്പോഴും തള്ളയാട് അതിനെ സ്വീകരിക്കില്ല. തള്ളയാട് സ്വീകരിക്കില്ല. നിങ്ങൾ ഓർക്കുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന കർത്താവ് പറഞ്ഞത്. പക്ഷേ ഈ ഇടയൻ ആ കുഞ്ഞിനെ മറക്കുകയില്ല. ആടുകളെ വിളിക്കുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ഈ ബമ്മർ ലാമ്പാണ്. അപ്പോൾ ഈ ബമ്മർ ലാമ്പ് വരുമ്പോൾ അതിനറിയാം, ഇടയന്റെ ഹൃദയത്തുടുപ്പുകൾ അറിയാം. പ്രിയപ്പെട്ടവരെ, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ അറിയുന്നു, അവർ എന്നെ പിന്തുടരുന്നു എന്ന് പറയുന്നു. നമ്മുടെ കൂട്ടത്തിലും ഇതുപോലെയുള്ള ബമ്മർ ലാമ്പുകൾ ഉണ്ട് ഇല്ലേ? ലോകം കൊണ്ട് ക്ഷീണിതരായി അവർ എല്ലാം ക്ഷയിച്ച് ആരോരും നോക്കാനില്ലാതെ കഷ്ടപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട് ജീവിക്കുന്ന ബമ്മർ ലാമ്പുകൾ നമ്മുടെ ഇടയിലുമില്ലേ? അവരോട് പറയുക, ഒരു ഇടയനുണ്ട്, നമ്മുടെ ഹൃദയത്തുടുപ്പുകൾ അറിയുന്ന ഒരു ഇടയൻ നമുക്കുണ്ട് എന്ന് നമ്മൾ പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ അവസാനം ആ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്ന് കർത്താവ് വാഗ്ദാനം നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, പരുമലൻ തിരുമേനി ഒരിക്കൽ തന്റെ തമാശന്മാരുമൊത്ത് ചെറു വഞ്ചിയിൽ പരുമല എത്തിയപ്പോഴേക്കും അർദ്ധരാത്രിയായി. ആ സമയത്ത് തിരുമേനി ഒരു അർദ്ധരാത്രിയിലെ പാതിരാ നമസ്കാരം നടത്തുന്ന ഒരാളുടെ ശബ്ദം കേട്ടു. അത്ഭുതത്തോടെ നോക്കിയപ്പോൾ അടുത്തുള്ള ഒരു കുന്നിലെ ഒരു ചെറു കുടിലിൽ നിന്നുമാണ് ശബ്ദം ഉയരുന്നതെന്ന് മനസ്സിലായി. ശമാശന്മാരോട് വഞ്ചി അങ്ങോട്ട് കരക്കടുപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോടൊത്ത് ആ ചെറിയ കുന്ന് കയറി അതിന്റെ മുകളിൽ ചെന്നു. പ്രാർത്ഥന തീരുന്നവരെ തിരുമേനി പുറത്തു നിന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കതകിൽ തട്ടി. വീട്ടുടയിൽ വന്ന് തുറന്നു നോക്കിയപ്പോൾ പരിമളത്തിന്റെയാണ് കണ്ടത്. അവൻ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. എന്റെ വീട്ടിൽ വരാൻ മാത്രം യോഗ്യത എനിക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. തിരുമേനി അവനെ അനുഗ്രഹിച്ചു. ആ കുടുംബം ഇന്നും അനുഗ്രഹീതരായി ജീവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ കർത്താവും നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. അവന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അവന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ നിങ്ങൾ തുറക്കുന്നുണ്ടോ? അവനെ തുറന്നു കഴിഞ്ഞാൽ അവൻ അവിടെ പ്രവേശിക്കും. അപ്പോൾ അവിടെ അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനും ഒത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഇടയന്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ ഇതാ നമുക്ക് ക്ഷണം ലഭിക്കുന്നു. നമ്മുടെ വാതിൽ തുറക്കാൻ, അവനെ പിന്തുടരാൻ, അവനെ അനുകരിക്കാൻ, അവനോടൊത്ത് സന്തോഷം പങ്കിടാൻ. അങ്ങനെ ചെയ്താൽ ആണ്ടവൻ എന്റെ ഇടയനാകുമ്പോൾ എനിക്ക് കുറവൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ അഭിമാനപൂർവ്വം പറയും. അവന്റെ നന്മയും കൃപയും ജീവിതകാലം മുഴുവൻ നമ്മെ അനുഗമിക്കും. നാം കർത്താവിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അങ്ങനെ വസിക്കാൻ ഇടയാകട്ടെ എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കട്ടെ.